ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ടയുടെ ഡിയോ വണ്ടി, BS6 മോഡൽ വണ്ടിയാണ്. ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ അത്യാവശ്യം നല്ല ലൈനറാണ് കേട്ടോ. പിന്നെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടുന്നുണ്ട്, ടൈറ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗത്ത് നോക്കും. എയർ ഫിൽറ്ററൊക്കെ നല്ല ഫിൽറ്ററാണ്, പുതിയ ഫിൽറ്ററാണ്, വലിയ പഴക്കമായുള്ള. അപ്പോൾ അത് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അതടങ്ങുന്ന യൂണിറ്റാണത്. അതിൻ്റെ ആയാലും നോക്കുമ്പോൾ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ക്ലച്ച് യൂണിറ്റ് ആയാലും ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റി ഇട്ടാൽ മതി. ബെൽറ്റും ഈ പറഞ്ഞ രീതിയിൽ കൂടെ നല്ല ബെൽറ്റാണ്. 10,000 കിലോമീറ്റർ 11,000 കിലോമീറ്ററോളം ആയിട്ടുള്ളൂ. നമുക്കതിൻ്റെ എൻജിൻ ഓയിൽ മാറ്റുന്ന കിലോമീറ്റർ ഒരു നല്ല ഓയിലാണ് കിടക്കണേ. ഏകദേശം ഒരു 1,500 കിലോമീറ്റർ കൂടി കഴിഞ്ഞിട്ട് ഓയിൽ മാറ്റിയാൽ മതി കേട്ടോ. കാരണം ഓയിൽ മാറ്റിയിട്ട് ഒരുപാട് ആയിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ കിക്കറിൻ്റെ കവറൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. കവറിൻ്റെ കിക്കർ വീലൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. കവറിനകത്ത് അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടാകും, നേരടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ ഈ ബാറ്ററിയുടെ ഭാഗമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി നമുക്കിതുമേ ഇരിക്കുന്നത് എക്സൈഡിൻ്റെ ബാറ്ററിയാണ്. വണ്ടി വരുമ്പോൾ കമ്പനി വന്ന ബാറ്ററിയാണ് ഇരിക്കുന്നത്. അതിൻ്റെ വോൾട്ടൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. വോൾട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് 12.80 ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിലവിൽ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ഫ്രണ്ട് സൈഡായാലും നമ്മൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്യുള്ളൂ. കേബിളൊന്നും വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് കാര്യങ്ങളൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. വേറെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻറ്റ്സ് ആയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകൾ മാത്രമേ ഉള്ളൂ നിലവിൽ. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം നമുക്ക് പ്രതീക്ഷിക്കുന്ന ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം. നമുക്ക് ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വർക്കുകളാണ് വന്നതെന്നുള്ള കേസ് അതിൻ്റെ ഒരു ജോബ് കാറ്റലോഗ് വാട്സാപ്പിനകത്തുണ്ട്. വാട്സാപ്പ് കാറ്റലോഗ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടേക്കാം. അപ്പോൾ ജസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് ഒരു ജനറൽ സർവീസായിട്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ വർക്കുകളാണ് ചെയ്യേണ്ടത്, അതിന് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് അത് നോക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതനുസരിച്ചിട്ടാണ് നമ്മൾ വർക്കുകൾ ചെയ്യണേ. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിനകത്തേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി.